അപ്പൊ ഞാൻ മാത്രമേ വികാരജീവിയുള്ളൂ അപ്പൊ ഇതില് എന്നാ നമുക്കിത് സെക്സ് പറയണ്ട, ആർക്കും മൂട്, അത് ചുമ്മാ പറഞ്ഞതാ. ശരി, നിങ്ങൾക്ക് മൂടാവുള്ളെങ്കിൽ നമുക്ക് ഇതിന്റെ അപ്പൂസം നമുക്ക് ഇനി പറയണ്ട. ഞാൻ നിർത്തി. എനിക്ക് എപ്പോഴും അയ്യോ, അത് പറഞ്ഞാൽ എല്ലാവരും ഇൻബോക്സിൽ പോകും. അറിഞ്ഞ എല്ലാരും ഇൻബോക്സിൽ പോകും. കൂട്ടുകാരി വിരലിലൊക്കെ ഇത്ര പവറോ? ഇവിടെ 24 hours എന്റെ സീമസേ, നമ്മുടെ ലൈവ് എന്താണ് ഇങ്ങനെ ആയിപ്പോയേ? സീമസേ, പണ്ടത്തെ ലൈവാണോ ഇത്? കാർത്തു ഇത് പണ്ടത്തെ ലൈവാണോ? ഞാൻ ഒട്ടും സെക്സ് പറയാത്തൊരു വ്യക്തിയായിരുന്നു. അയ്യോ, സെക്സ് അന്ന് അറിയാത്ത കുട്ടിയായിരുന്നു. ഇപ്പൊ എല്ലാം പഠിച്ചു. നമ്മുടെ ലൈവ് ഇപ്പോഴും ഇങ്ങനെ വൈബല്ലേ? ഇപ്പൊ പൊളിയല്ലേ? ഓയ്, ഇപ്പൊ എല്ലാ ലേഡീസും മരയിച്ച് കൈയൊക്കെ. എന്റെ സീമസ് പഠിക്കാത്തതൊക്കെ പെണ്ണുങ്ങളോട് ഒന്ന് പഠിച്ചു. അയ്യോ, ഇപ്പോഴാ ലൈവ് കൂടി. സത്യം പറയാം, ഇങ്ങനെയായിരുന്നല്ലോ മുമ്പ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പേർ വന്നു കുളമാക്കിയതല്ലേ. ഇങ്ങനെ വേണം ലൈവ്, എപ്പോഴും ഇങ്ങനെ പോകണം. പിന്നെ വ്യൂവേഴ്സ് വരണം നോക്കട്ടെ. അതിപ്പോഴത്തെ സിസ്റ്റം നോമ്പൊക്കെ അല്ലേ. വ്യൂവേഴ്സ് ഇപ്പം ഞാൻ കട്ടിലായിരുന്നാൽ മതി. പണ്ടേ ഇങ്ങനെയായിരുന്നല്ലോ. പക്ഷേ എടാ, PM-ല് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിലല്ലേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓടുന്നു നമ്മൾ പറയണ കഥ. പക്ഷെ ഇത് കേട്ടിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. നമ്മൾ 69 കാര്യങ്ങൾ വരാറില്ലേ ഇടക്കിടക്ക്, നമ്മളിങ്ങനെ താന്നൊക്കെ. അത് യൂട്യൂബിൽ പോസ്റ്റാ. എന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്കതൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് എൻ്റെ വാട്സപ്പിൽ വന്ന് കമൻറ്റ് മെസ്സേജ് അയക്കുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ പഴയതുപോലെ വൈബായി. പക്ഷെ നമുക്ക് നമ്മുടെ വിവിയേട്ടൻ്റെ കുറവുണ്ട്. പക്ഷെ ആ വിവിയേട്ടൻ്റെ കുറവ് പപ്പൂസ് നിരത്തിയിട്ടോ. അല്ല സേമസേ, അല്ല കറുത്തു, അല്ല ഗുയിസ്, നമുക്ക് അതിൽ ശരിക്കും കൊണ്ടിടം പറയണത് അതിൽ ശരിക്കും നമ്മുടെ വിവിയേട്ടന് ശരിക്കും മിസ്സായി ഒരിടയ്ക്ക് അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് പപ്പൂസ് കയറി വന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒന്നും കൂടെ ആ ഒരു വിവിയേട്ടൻ്റെ പോരായ്മ നമുക്കടന്ന് മാറിക്കിട്ടി. പക്ഷെ മനസ്സിലായ പുള്ളി ആയിരുന്നു നമുക്കൊരിച്ചിരി വൈബ് ഉണ്ടാക്കി തന്നത്. അത് ആ ഒരു ഇത് മാറി. ഇപ്പം പപ്പൂസ് കയറി വന്നോടെ ആ സ്ഥാനത്ത് അപ്പു കയറി വന്നപ്പോൾ ഒന്നുകൂടെ വൈബായി. അല്ല കറക്റ്റ് അല്ലേ? പപ്പൂസ് നല്ല വൈബാണ്. നേരത്തേക്ക് അപ്പൂസ് പോലെ തന്നെയായിരുന്നു. പക്ഷെ വിവേട്ട് ഇങ്ങനെ ഓപ്പൺ അല്ല, എന്നാലും അപ്പൂസും സെയിം തന്നെയായിരുന്നു. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ വേവിച്ചാകുമ്പോ ഇപ്പൊ നമ്മുടെ ലൈവ് സെറ്റായി വന്നില്ല ആദ്യത്തെക്കാളും. എലി ചിറ്റുക്കുട്ടി, എനിക്ക് എന്തൊക്കെ എഴുതി കാണിക്കുന്ന മെയില് ലൈവില്. അപ്പൂസ് കമന്റിടും. നോ, ഇല്ല. ഷർബും ഇപ്പൊ നമ്മുടെ പഴയ വൈബ് നമുക്ക് കിട്ടി. അതാ പറഞ്ഞ, ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്ക് വേറൊരാൾ നമ്മുടെ ആ സ്ഥാനത്തേക്ക്, നമ്മുടെ ലൈവ് ഇഷ്ടപ്പെട്ടവരും നമുക്കൊരു പുതിയ വൈബായിട്ട് അടുത്ത ആൾ വരും. അതാണ് എൻജോയ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വൈബ് അവിടെ വൈബോ. അപ്പൂസ് തെറി പറയൂല. അപ്പൂസ് തെരുവെന്ന് പറയുന്നത് ഇഷ്ടമല്ല. ആരാ പോയേ? ആരും പോയതല്ലടാ. വിവിയേട്ടനെ എന്നെ നല്ല സപ്പോർട്ടായിരുന്നു. പോയിട്ടൊന്നുമില്ല. കുറച്ച് ഇതിൽ കുറച്ച് ഫാമിലി ഉള്ളതല്ല. അപ്പോൾ കുറച്ചിങ്ങനെ ഡ്യൂട്ടി പ്രശ്നമായിട്ട് മാറി നിൽക്കാം. വരും ആൾ വരും. ചിലവർ പറയുന്നത് ചിലർ തട്ടിയെടുക്കുന്നത്. ആരെയും തട്ടിപ്പോയിട്ട് നമുക്കിപ്പോൾ എന്ത് വേണം? അത്രയും ഷർദു. അതെ, ഞാൻ വിട്ടു. മെറിസയ്ക്ക് അറിയാലോ അവരെ വിട്ടുന്നു. വൈബ്
ആ ഷർദോ, ഇന്നത്തെ എൻ്റെ സാരി എങ്ങനെ ഉണ്ടായതടാ? ഇന്നലെ ലാസ്റ്റ് കൈവിട്ട് പോയി ഷർദു. കൈന്നെല്ലാം പോയി ലാസ്റ്റ്. കരച്ചിലും പിഴിച്ചിലുമായിരുന്നു ലാസ്റ്റ്. സൂപ്പറായിരുന്നു. എന്നിട്ട് എല്ലാ കളിയും പൊട്ടി. എന്ത് പറ്റി? സാരി ഊരി എറിഞ്ഞോ? ഓ പിന്നെ ഉണ്ടായിരിക്കും സാരി. എൻ്റെ കമ്മല് പോയതിൻ്റെ വലിയ കാര്യം, സ്വർണത്തിൻ്റെ കമ്മല് നിനക്കായിരുന്നു ഇന്നലെ. അത് ഇതാ ഹോൾഡർ നമ്മുടെ കേട്ട് ചിരിച്ചെന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. എന്റെ മെറീസ എന്താ പറഞ്ഞു അപ്പത്തെ? എന്താ പറഞ്ഞു? അയ്യോ പച്ചത്തരൊന്നല്ല, പേടിക്കണ്ട. എന്റെ കമ്മല് പോയില്ലേ? എന്റെ കമ്മല് പോയി. സാരി ഉടുപ്പിച്ചത് മെറീസയാന്ന് പറഞ്ഞിട്ട് ഒരു കമ്മൽ കളഞ്ഞതിന് ബ്ലോക്ക്, ബാക്കിയുള്ളവർക്കായിരുന്നു തെറി. അയ്യോ എന്റെ ദൈവമേ. കമ്മൽ ഞാൻ മറ്റേണ്ടാന്ന് പറഞ്ഞതല്ലേ സത്യം. പക്ഷെ ആ കമ്മലിട്ടപ്പോഴായിരുന്നു ഇന്നലെ പൊളിച്ചത്. പക്ഷെ അതിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു വീഡിയോ പോലും എടുത്തില്ല. സാരി എടുത്ത വീഡിയോ അത് കണ്ടെത്താൻ പറ്റി. ഇനി സാരി എടുക്കും. എനിക്ക് സാരി എടുക്കും, കമ്മൽ പറ്റൂല. കമ്മൽ പ്രശ്നമാവും എനിക്ക്. ഒന്നാമത് തുള ചെറിയ തുളയായതുകൊണ്ടേ കമ്മൽ കയറും. സ്റ്റിച്ചിട്ടേക്കല്ലപ്പാ, അങ്ങനെ വേണം. കമ്മൽ തുള ചെറുതാ, പക്ഷെ ഈ തുളയുമ്പോൾ കമ്മൽ കയറും. ഈ തുള ഓക്കെ, ഈ തുള ഓക്കെ, പക്ഷെ ഈ തുള ചെറുതാ. ബാത്റൂമിൽ നിന്നും ഒരു വരവല്ലേ ചിന്നൂസ്? ബാത്റൂമിൽ നിന്ന് വന്നേ, തപ്പി ഇന്നലെ കിട്ടി. ഏത് തുളയാണ് ചെറുത്? കാതിന്റെ തുള. കാതിന്റെ തുള ചെറുതായി പോയടാ. ബാത്റൂമിൽ നിലത്ത് കിടന്ന് തപ്പുക. ബാത്റൂമില് സാധനം കിട്ടിയില്ലേ? എന്നിട്ട് കാതിന്റെ തുളയാണോ? പിന്നെ അത് കയറി ചെറുതാവാനാടാ. അത് ചെറിയ തുളയല്ലല്ലോ. അത് നിനക്കറിയില്ല കാത്തു. നിലത്ത് തപ്പിയപ്പോ 110 115 വ്യൂവേഴ്സ് കൂടി. ഫോളോ ബാക്ക് മൈ സിസ്റ്റർ. സോറി, ഞാൻ ആരും ഫോളോ ചെയ്യാറില്ല. എന്നിട്ടോടെ എൻ്റെ PM എനിക്ക് തെളിവ് പറയാം.